എല്ലാവർക്കും നമസ്കാരം. വളരെ നിർണായകമായ 3 തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ 3 തെരഞ്ഞെടുപ്പുകൾ ഗുണകരമായോ, ആരൊക്കെയാണ് ജയിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിർണായകമായിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് വയനാട്, ഒന്ന് പാലക്കാട്, പിന്നൊന്ന് ചേലക്കര. ഇങ്ങനെ 3 സ്ഥലത്തെ തെരഞ്ഞെടുപ്പുകൾ ബൈ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 സ്ഥലത്തും വളരെ ഗംഭീരമായ ഒരു പോരാട്ടം തന്നെയാണ് നടന്നത്. വയനാട് വളരെ ഏകപക്ഷീയമായിരുന്നു. കാരണം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കോമ്പറ്റീഷനേ ഇല്ലായിരുന്നു. പ്രഡിക്റ്റബിൾ ആണ്. ആകെയുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് 41,000-ലധികം ഭൂരിപക്ഷം കിട്ടിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് തല്ലി തകർത്തു എന്ന് തന്നെ പറയാം. ആകെ വോട്ടുകൾ 62,200 അല്ല 6,22,338. അത് പക്ഷേ രാഹുൽ ഗാന്ധിയെ വെട്ടിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് 6,47,445 വോട്ടുകൾ കിട്ടിയിരുന്നു. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിനെ കടത്തി വെട്ടി. രാഹുൽ ഗാന്ധിക്ക് 3,64,422 ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് 41,000-ലധികം, അതായത് 4 ലക്ഷത്തിലധികം, 41,000 അല്ല, ക്ഷമിക്കണം, 4 ലക്ഷത്തിലധികം ഒരു വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രാഹുലിന്റെ റെക്കോർഡ് സ്വന്തം അനുജത്ത് തന്നെ തകർത്തിരിക്കുന്ന ഒരു പിക്ചറാണ് നമ്മുടെ വയനാട്ടിൽ നിന്നും കിട്ടുന്നത്. എടുത്തു പറയേണ്ടത് ആദ്യത്തെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പാണ്. അതെ, പ്രിയങ്കയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. പ്രിയങ്കയുടെ ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. അതൊരു വലുതാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് തകർക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. ആകെ കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തില് 41 അല്ലെ 4,10,10,000 സംതിങ് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പം പ്രിയങ്കയ്ക്ക് മൊത്തത്തിൽ കിട്ടിയേക്കുന്നത് 6,00,000 സംതിങ് ആണ് കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനാർത്ഥി LDF-ന് കിട്ടിയേക്കുന്നത് 2 ലക്ഷം സംതിങ്. അതെ, തീർച്ചയായിട്ടും 2 ലക്ഷം. മൂന്നാമത്തെ സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നത് 1 ലക്ഷത്തി സംതിങ്. ബി ജെ പി പിക്ചറിലേ ഇല്ല. അങ്ങനത്തെ BJP പിക്ചറിലേ ഇല്ല. അതായത് വലിയൊരു വിജയം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടില് വന്നപ്പോ സംഭവിച്ചിരിക്കുന്നത്. വയനാടിന്റെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും നീക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയനാടിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും എന്ന് പ്രിയങ്കാന്റെ ഭർത്താവ് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. പ്രിയങ്ക പറഞ്ഞതെല്ലാം പാലിക്കും, ജനങ്ങൾ കൊടുത്തൊരു അംഗീകാരമാണിത് എന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒരു സ്ഥാനം ഏറ്റെടുത്തിട്ട് അത് ഇട്ടിട്ട് പോയെങ്കിലും അതൊന്നും വയനാടുകാരെ ആക്കിയില്ല. അത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. എന്നാലും അവര് വിശ്വസിച്ച് രാഹുൽ ഗാന്ധിനെ ജയിപ്പിച്ചു. അദ്ദേഹം തന്നെ വയനാട് മറ്റേത് തെരഞ്ഞെടുത്തപ്പോ അദ്ദേഹം പ്രിയങ്ക ഗാന്ധിനെ കൊണ്ടിട്ടപ്പോ ജനങ്ങളും ആ കൂടെ നിന്ന് പ്രിയങ്ക ഗാന്ധിനെ നല്ല രീതിയിൽ ജയിപ്പിച്ചെന്ന് നമുക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ വൻ വിജയം ജനങ്ങളുടെ കൂടെ നിന്നതിനുള്ള അംഗീകാരമാണെന്ന് റോബർട്ട് വാദ്ര പ്രതികരിച്ചിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതെല്ലാം നിറവേറ്റുമെന്നാണ്. അതുകൊണ്ട് വയനാടുകാർ വളരെ സേഫാണ് ഇനി തൊട്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ കീഴിൽ വയനാട് നല്ലൊരു വികസിത മേഖലയായി മാറും എന്നുള്ള സൂചന തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പ്രിയങ്ക ഗാന്ധി വയനാടിനെ വിടില്ല എന്നൊരു സൂചനയുണ്ട്. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് ആഘോഷ ദിവസമാണ്. കേരളത്തിലെ മറ്റൊരു ഇടമായിരുന്നു പാലക്കാട്, അല്ലെ? പാലക്കാട് ഈ ഹൈലൈറ്റ് മത്സരമായിരുന്നു. കാരണം പത്തനംതിട്ടക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരികയാണ് മത്സരിക്കാൻ, അല്ലെ? അദ്ദേഹത്തിന്റെ മണ്ഡലം പോലും അല്ല. അദ്ദേഹത്തിന് ഒരു പ്രവൃത്തി പരിചയവും പാലക്കാടില്ല. അദ്ദേഹം സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ഉള്ള ഒരു ഫിഗറാണ്. ചർച്ചകളിലും മറ്റൊക്കെ വന്ന് ഫേമസ് ആയ ഒരാളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരാളാണ്. അപ്പൊ ഷാഫി പറമ്പിലിന് പകരം, ഷാഫി പറമ്പിൽ പറയാലോ എവിടെയാണെന്ന്, ഷാഫിയുടെ പിൻഗാമിയെ നമുക്ക് പറയാം. കാരണം ഷാഫി ഒരു നല്ല ഫ്രണ്ട്സ്, കൂട്ടുകെട്ട് പോലെയാണ്. ഷാഫി പറമ്പിൽ ആദ്യം മുതലേ കൂടെ ഉണ്ടായിരുന്നു, അല്ലെ? ഷാഫി പറമ്പിൽ ഇറക്കിയ ചീട്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ ഇറക്കിയ ചീട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് CPM ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു. പാലക്കാട് ഭയങ്കരമായിട്ട് CPM ചില കളികളൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയണത്, ചില പത്രങ്ങളിലും മറ്റുമൊക്കെ. രാഹുലിനാണ് മറ്റേ ബാഗിന്റെ വിവാദത്തിലൊക്കെ അവര് പെടുത്താൻ നോക്കി. പക്ഷെ അതിലൊന്നും അതന്നെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളിലൂടെയൊക്കെ ഉള്ള കള്ളപ്രചരണങ്ങളും മറ്റൊക്കെ. എന്തായാലും വിനയായിരിക്കുന്നത് CPM-ന് തന്നെയാ, അല്ലെ? പിന്നെ സരിന്റെ കൂറുമാറ്റം, സരിനാണ് എടുത്തു പറയേണ്ടത്. കാരണം
ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരിൽ തന്നെ ഇവർക്കെതിരെ മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഒരാളെ എടുത്ത് അവരും വെച്ചു. എന്നിട്ട് പോലും അദ്ദേഹം 3ാം സ്ഥാനത്ത് പിന്തള്ളിപ്പോയി എന്നാണ് നമുക്ക് പറയുന്നത്. സരിന് ഭയങ്കരമായിട്ടൊരു നിരാശ ഉണ്ടായി. കാരണം പാലക്കാട് അദ്ദേഹത്തെ നിർത്തിയില്ല കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട്, അത് രാഹുലിനെ കൊണ്ട് നിർത്തിയിരിക്കും എന്നുള്ള ഭയങ്കരമായ അമർഷം, ഇനി ഞാനൊക്കെ എന്തിനാ ഇവിടെ എന്നുള്ളൊരു ഭയങ്കരമായ അമർഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ അമർഷം തീർക്കാൻ വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത വഴി ഏതാ? CPM-ന്റെ വഴി. CPM-ലോട്ട് ചാടുക, ഉടനെ സ്ഥാനാർത്ഥിയായി. നിമിഷ നേരം കൊണ്ട് സരിൻ സ്ഥാനാർത്ഥിയായി. പക്ഷെ അതൊരു ഭയങ്കര പാരയായി. CPM നേരത്തെ അവർക്ക് പോലും ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇവർക്കെതിരെ ജയിക്കാൻ. കാരണം ഷാഫിക്കെതിരെ ഇതുവരെ അവര് ഓഫീസ് വരെ പണിതിട്ട് പോലും പാലക്കാട് അവർക്ക് ജയിക്കാൻ നടന്നില്ല. എന്നിട്ട് പോലും അവര് കോൺഗ്രസിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ട് പോലും അവർക്ക് ജയിച്ചില്ല. കാരണം ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം 1ാമത് വരും, രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാമത് പോകുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പം തിരിഞ്ഞാണ് പോയത്. കാരണം അദ്ദേഹം സരിനാണെങ്കിൽ ഒരു 2ാം സ്ഥാനം പോലും അദ്ദേഹത്തിന് തുടക്കം മുതൽ കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം തുടക്കം തന്നെ BJP-യും കോൺഗ്രസും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും BJP-യും തമ്മിൽ കട്ടയ്ക്ക് മത്സരമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം BJP-യുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമേ തന്നെ തുടക്കം വോട്ട് പിടിച്ചു. അവസാനമായപ്പോഴത്തേനാണ് BJP പിന്നെ അത്യാവശ്യം 1ാമത് വന്നത്. അത് കഴിഞ്ഞിട്ട് UDF-ന്റെ മെയിൻ സ്ഥലങ്ങളായപ്പോഴത്തേനും രാഹുൽ ഒറ്റക്കയറ്റമായിരുന്നു. പിന്നെ പട്ടയെന്ന് ലീഡ് കയറി പോവായിരുന്നു. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഹുൽ ജയക്കൂട്ടത്തിൽ എന്നുള്ള രീതിയിലൊക്കെയാണ് പത്രമാധ്യമങ്ങൾ ഇതിനെ ആഘോഷിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കന്നി അംഗത്തിൽ തന്നെ രാഹുലിന് ഒരു വലിയ വിജയം കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു പോരാട്ടമാണ്. നമ്മൾ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് പാലക്കാട് അദ്ദേഹത്തിന്റെ കന്നി അംഗമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഇപ്പൊ പാലക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുക. അതിന് അച്ഛൻ, അമ്മ എല്ലാവരും പാലക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാലക്കാട്ടുകാരനായി. അദ്ദേഹം മെയിൻ ആയിട്ട് ജയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിന് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും കാരണം ഷാഫി പറമ്പിലിന് ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിന് ആ ഒരു കട്ടയ്ക്ക് ഷാഫി പറമ്പിൽ നിന്നതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോഴും തോളോട് തോൾ ചേർന്നത്. അദ്ദേഹം തുടക്കം തൊട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും പോകാതെ രാഹുലിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്. കാരണം മീഡിയക്കാരുടെ മുമ്പിൽ പോലും രാഹുൽ സംസാരിക്കാനേക്കാളും കൂടുതൽ ജനങ്ങളോട് സംസാരിക്കുന്നത് ഷാഫി പറമ്പിലായിരുന്നു. അതുപോലെ സപ്പോർട്ട് ചെയ്തെടുക്കും. അതുപോലെ തന്നെ എല്ലാ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, ഇപ്പൊ നമ്മുടെ പിഷാരടിയിലെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം അത്രയും പാർട്ടിയിൽ അത്ര തന്നെ നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം വരെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ജയിക്കും. കാരണം അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു രാഹുൽ തന്നെ ജയിക്കും എന്നൊരു. 1840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. രാഹുലിന് ആകെ കിട്ടിയ വോട്ടുകൾ 58,389. അന്ന് അതിൽ 18,840 ഭൂരിപക്ഷം. രണ്ടാം സ്ഥാനം BJP ആണ്. അത്യാവശ്യം നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണയേക്കാൾ കുറവാണ്. ഈ ശ്രീധരൻ നിന്ന സമയത്തേക്കാൾ കുറവാണ്. ആ സമയത്ത് 3000 വോട്ടുകളുടെ എന്തോ ബലത്തിലാണ് ഷാഫി പറമ്പിൽ ജയിക്കാനായത്. കാരണം ഈ ശ്രീധരൻ അമ്മാതിരി വോട്ടുകൾ വന്നു അല്ലേ? അതിപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട്. പാലക്കാട് BJP മറ്റേ കൃഷ്ണകുമാറിന്റെ ഭാര്യ ഇവരെ വെച്ച് മാത്രമാണ് BJP അവിടെ കൊണ്ട് നടക്കുന്നത്. രാവിലത്തെ പത്രത്തിലൊക്കെ ഓരോ വാർത്തയിലൊക്കെ നമ്മളിടം കണ്ടായിരുന്നു ന്യൂസുകൾ. അപ്പൊ എന്തായാലും 18,840 BJP-യുടെ നഗരസഭയായിരുന്നു. അതെ മുനിസിപ്പാലിറ്റി ആയിരുന്നു. ഒരു 2 വർഷം മുമ്പ് ഞങ്ങളുടെ പാലക്കാട് 144 പ്രഖ്യാപിച്ചു. എന്തിനാച്ചാ നമ്മുടെ BJP-യും അതായത് RSS-ഉം കോൺഗ്രസും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി SDPI ആയിട്ട്. അതിൽ പരസ്പരം വെട്ടും കുത്തും നന്നായിട്ട് നടന്നു. 4 പേരോളം മരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും മലമ്പുഴക്കാരായിരുന്നു, ഒന്ന് പാലക്കാടായിരുന്നു, അതൊക്കെ ആയിരുന്നു. അപ്പോ ഇത് വെച്ചിട്ട് SDPI അത്യാവശ്യം കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഇറങ്ങി. ഇത് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ കോൺഗ്രസ് ജയിച്ചത്. പിന്നെ ഷാഫിയുടെ സപ്പോർട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ BJP ജയിക്കുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ CPM-ന് വെറും 20% താഴെ വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ CPM തോൽക്കാൻ കാരണം. ഈ മുനിസിപ്പാലിറ്റി എന്നുള്ളൊരു വിഷയം, പാലക്കാട് മുനിസിപ്പാലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ആ മുനിസിപ്പാലിറ്റിയിൽ നിശ്ചിത വോട്ട് കിട്ടിയാൽ മാത്രമേ ഒരാൾക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള സാഹചര്യം. മുനിസിപ്പാലിറ്റിയിലാണ് കുറച്ചും കൂടെ BJP-ക്ക് ലീഡ് ഉയർത്തിയുള്ള അത്യാവശ്യം വോട്ട് കിട്ടിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അല്ല, മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ
ഏകദേശം ഒരു 8,000-ലധികം വോട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ശ്രീധരന് അത്രയും ഒരു മുൻതൂക്കം വന്നത്. പക്ഷെ ഇപ്രാവശ്യം അത്രത്തോളം വോട്ട് കിട്ടിയില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറി. അവർ തിരിച്ചു പിടിച്ചു. അത് BJPയുടെ കുത്തക, നീ പറഞ്ഞ പോലെ BJPയുടെ കുത്തകയായിരുന്നത്. പക്ഷെ ആ കുത്തക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ തിരിച്ചു പിടിച്ചു. അതിൽ ഇത്തരത്തിലുള്ള കളികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് ഇപ്പോ പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷെ അതിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഷാഫി പറമ്പിൽ പറഞ്ഞല്ലോ, ജയത്തിന് ശേഷം ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്താ, നിങ്ങളിതൊരു ജാതി മത വോട്ടുകളായിട്ട് നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യരുത്. എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും വോട്ട് ഇട്ടിട്ടുണ്ട്, എല്ലായിടത്തും അവർക്ക് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അങ്ങനെയാണോ? സത്യമാണോ അത്? അല്ല, അത് തെറ്റാണ്. ഷാഫി പറമ്പിൽ പറഞ്ഞതേ തെറ്റാണ്. കാരണം ഈ മുനിസിപ്പാലിറ്റിയിൽ അത്യാവശ്യം BJP ഉണ്ടെങ്കിലും മാർക്കറ്റ് സൈഡ് വേറെ പാലക്കാടുണ്ട്. അവിടെ മൊത്തം കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റി പറയല്ല, ഈ SDPI ആക്ച്വലി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇവിടെ പറയണത്. അത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വമ്പിച്ച ഭൂരിപക്ഷമാണ്. അപ്പോ ഇവർക്ക് പള്ളിയിലൂടെ ഒന്ന് അനൗൺസ് ചെയ്ത സുഖമായിട്ട് ആ വോട്ട് പോരെന്നല്ലേ ഉള്ളൂ. എങ്ങനെയായാലും അതിലൊരു 10,000 വോട്ടോളം വോട്ടുകൾ ആക്ച്വലി SDPI ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ തവണ ഈ ശ്രീധരനും ഷാഫി പറമ്പിലൊക്കെ മത്സരം വന്നപ്പോ കനത്ത മത്സരമായിരുന്നു, ഇഞ്ചോടിഞ്ചി. 3000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിൽ ജയിച്ചെന്ന് ആലോചിക്കണം. അതിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ മുൻതൂക്കം ഈ ശ്രീധരനായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യല്ലേ, പാർട്ടി ഭേദമന്യേ വരെ ഈ ശ്രീധരന് വോട്ട് പോയി. പക്ഷെ അടുത്തുള്ള 3 പഞ്ചായത്തുകളും കൂടി കൂട്ടിച്ചേർത്തപ്പോഴാണ് ഷാഫി പറമ്പിലിന് ആ 3000-ന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റിയത്. അതായത് മുനിസിപ്പാലിറ്റി, അവരടുത്തുള്ള 3 പഞ്ചായത്തുകൾ, ഈ 3 പഞ്ചായത്തുകളുടെ മുൻതൂക്കമാണ് ഷാഫി പറമ്പലിനെ മുന്നിലെത്തിച്ചത്. 3000-ൽ പരം വോട്ടുകൾക്ക് ജയിക്കാനായിട്ട് ഷാഫി പറമ്പലിനെ പ്രാപ്തനാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തവണ പഞ്ചായത്തുകളിൽ നിന്ന് CPM-ന് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്തവണ കൃഷ്ണകുമാറിനേക്കാൾ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചിട്ടുണ്ട് ആ മുനിസിപ്പാലിറ്റിയിൽ പോലും. കാരണം BJPക്കാർ പോലും തിരിച്ചുകുത്തി, BJP വക്താക്കൾ പോലും തിരിച്ചുകുത്തി, BJPക്ക് വോട്ട് ചെയ്തിരുന്നവർ പോലും. കാരണം മുനിസിപ്പാലിറ്റിയിലെ വോട്ട് ഭയങ്കര നിർണായകം. അതിൽ 8,000-ലോ സംതിങ് അധികം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെ മാറി മറിഞ്ഞാണ്. പക്ഷെ അതിന് കൃഷ്ണകുമാറിന് സാധിച്ചില്ല. ഈ ശ്രീധരനെ പോലത്തെ ഒരു നേതാവായിരുന്നെങ്കിൽ പക്ഷെ അപ്പോ അവർ സ്ഥാനാർത്ഥിനെ മാറ്റും. അത് വേറെ കാര്യം. എന്തായാലും ഒരു മുസ്ലിം ജനതയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത്. അതിന്റെ ആധികാരികമായ കണക്കുകളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തു വന്നാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കന്നി അംഗത്തിൽ തന്നെ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ ഒരു വലിയ അഭിമാനകരമായ നിമിഷമാണ്. കാരണം കോൺഗ്രസിൽ പ്രത്യേകിച്ചും പണ്ടൊക്കെ ഭയങ്കര ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിനെ കയറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഭയങ്കരമായിട്ട് ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. ഹൈബീഡൻ അവരൊക്കെ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, യൂത്ത് കോൺഗ്രസ്സുകാർ വന്നു തുടങ്ങി. ഇപ്പൊ കൂടുതലായിട്ടും MLA-മാരായിട്ട് MP-മാരായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. കാരണം ഡീൻ കുര്യാക്കോസ്, ഹൈബീഡൻ, ഇപ്പം ഷാഫി പറമ്പില്, ഇപ്പം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ ഒത്തിരി പേര് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പം ഓരോ മത്സരങ്ങൾ ഇറക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പൊ കോൺഗ്രസിന്റെ മെയിൻ അടുത്തിട്ടെന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് യൂത്ത് കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാലക്കാട്ടുകാരനാണ്. ആ പാലക്കാട്ടുകാരന് ഇനിയൊരു ഇപ്പൊ ഒരു പാലക്കാട്ടുകാരനാണ് അദ്ദേഹം. ഇപ്പൊ ഒരു പാലക്കാട്ടുകാരനെ മാറേണ്ട അവസ്ഥയാണ് അദ്ദേഹം. യഥാർത്ഥത്തില്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു പത്തനംതിട്ടക്കാരനാണ്. ആ പത്തനംതിട്ടക്കാരന് ഇപ്പോ പാലക്കാട് വന്ന് വിജയിച്ച ശേഷം ഒരു പാലക്കാട്ടുകാരനായിട്ട് മാറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പണ്ട് പന്തളം സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ കേട്ടിട്ടില്ലേ? പന്തളം സുധാകരൻ വണ്ടൂരിൽ നിന്ന് ജയിച്ചപ്പോ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശമുണ്ട്. പന്തളം സുധാകരനോട് പറഞ്ഞു, എന്തായാലും ഈ വണ്ടൂരിൽ തന്നെ ഒരു കല്യാണം കഴിക്കും, എന്നിട്ട് വണ്ടൂർ സുധാകരൻ എന്നുള്ള പേരിലേക്ക് മാറ്റി, ആ പന്തളം എടുത്ത് കള എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ വണ്ടൂരിൽ നിന്ന് കല്യാണം കഴിച്ചില്ല, ചേലക്കരയിൽ നിന്ന് കല്യാണം കഴിച്ചേ. എന്നിട്ട് പന്തളം സുധാകരൻ എന്നുള്ള പേര് നിലനിർത്തി. പക്ഷെ അടുത്ത വട്ടം വണ്ടൂര് തോക്കുകയും ചെയ്തു. പക്ഷെ അത് ശരിക്കും പേര് മാറ്റാത്തോണ്ടാണോ ഒന്നും നമുക്കറിയില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നില്ല. അല്ല, പ്രവൃത്തി പോലെ. പക്ഷെ സുധാകരന് മുമ്പോ അതിനുശേഷമോ പിന്നീട് UDF അവിടെ തോറ്റിട്ടില്ല. അതാണ് ആ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം. അതുപോലെ പാലക്കാട്ടുകാരനായി മാറിയിരിക്കുന്ന
രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇങ്ങനത്തെ ഉപദേശങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. എന്നിരുന്നാലും പാലക്കാട് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. കാരണം പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. ഷാഫി പറമ്പിൽ ഇത്ര വർഷമായിട്ട് അതുപോലെയാണ് പാലക്കാട് കൊണ്ട് നടന്നിട്ട്. കാരണം അദ്ദേഹത്തിന് ഒറ്റ സപ്പോർട്ടിലും പിന്നെ സുഹൃത്തുക്കളും പറഞ്ഞ പോലെ അവരുടെ വിഷയം ഇവര് വോട്ടാക്കുന്നതാണ് ഇവര് കാണിച്ച ഏറ്റവും വലിയ മിടുക്ക്. മറ്റേ SDP യുടെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം തന്നെ നമ്മുടെ കോൺഗ്രസിലാണെന്നും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാക്കി കുത്തും ഗ്രൂപ്പ് കളി മത്സരങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഭരണം കിട്ടാത്തതിന്റെ മെയിൻ കാരണം ഇവരുടെ ഗ്രൂപ്പ് കളി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് കേരള കോൺഗ്രസിനൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പക്ഷെ അങ്ങനെയുള്ളത് വോട്ടാക്കുന്നതാണ് എതിർ പാർട്ടിയുടെ ഏറ്റവും വലിയ മിടുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇതൊരു ജാതിമത രാഷ്ട്രീയ വോട്ടുകൾ കിട്ടിയതുകൊണ്ടാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കരുത്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തു വന്നാലും സോഷ്യൽ മീഡിയയിലോ ചാനലുകളിലോ നടക്കുന്നതായിരിക്കില്ല റിസൾട്ട്, ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിജയിച്ച് കയറും എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹം ഇപ്പൊ വടകരയല്ലേ ഷാഫി പറമ്പിൽ, വടകര മണ്ഡലത്തിലെ വോട്ടർമാർ കുറച്ചു ദിവസം മാറി നിൽക്കുന്നു ഷാഫി പറമ്പിൽ നിന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അയ്യോ പോകുവാണല്ലേ എന്നല്ല പറഞ്ഞത്, എന്തായാലും അവിടെ നിന്ന് ജയിപ്പിച്ചിട്ടേ വരുള്ളല്ലേ എന്ന രീതിയിലാണ്. എന്തായാലും പാലക്കാട് പോയിട്ട് ജയിപ്പിച്ചിട്ടല്ലേ വരുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. കാരണം ഇയാളെ എവിടെ പോയാലും അല്ലെ, ഷാഫി പറമ്പിൽ എവിടെ പോയാലും അവിടെ നിന്ന് വിജയം കൊണ്ടേ പോവുള്ളൂ. അങ്ങനത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പവർഫുൾ പൊളിറ്റീഷ്യനാണ്. ഇവർ രണ്ടുപേരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെ ഏറ്റവും വലിയ ഇവർ ഗുരു എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിനെയാണ് ഇവരെ രണ്ടുപേരും കണ്ടിരിക്കുന്നത്. അതെ, അവര് പുള്ളിയോടുള്ള എല്ലാ കടപ്പാടുകളും എല്ലാം ഉള്ളിൽ കൊണ്ടാണ് ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്യുന്നത്. എല്ലാ തവണയാണെങ്കിലും ഇലക്ഷൻ തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് അനുസ്മരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതും. അതൊക്കെ ഇവരുടെ മെയിൻ ഒരു പോസിറ്റീവ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനിയിപ്പോ പാലക്കാട് നിന്ന് ചേലക്കരയിലേക്ക് വന്നാൽ അവിടെ LDF വിജയിച്ചിരിക്കുകയാണ്. രണ്ടിടത്ത് കോൺഗ്രസ്, ഒരിടത്ത് LDF എന്നുള്ള പിക്ചറാണ് ഇപ്പൊ ഈ 3 ലക്ഷം കഴിയുമ്പോൾ കിട്ടുന്നത്. അവിടെ LDFന്റെ UR പ്രദീപിന് മിന്നും ജയമാണ്, ബാക്ക് ടു ട്രാക്കായി. രാധാകൃഷ്ണന്റെ ശേഷം വീണ്ടും അദ്ദേഹം വന്നിരിക്കുകയാണ്. ശിഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ഭരിച്ചപ്പോ ഉള്ളതിനേക്കാൾ വികസനം അതിനു മുമ്പ് UR പ്രദീപ് ഉള്ളപ്പോ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം അതുകൊണ്ട് തന്നെ UR പ്രദീപിനോട് ജനങ്ങൾക്ക് ഭയങ്കരമായ ഒരു അടുപ്പമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ജയിച്ചിരിക്കുന്നത് 12,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം, 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. ആകെ അദ്ദേഹത്തിന് 64,827 വോട്ട് കിട്ടി. രമ്യ ഹരിദാസ് തൊട്ട് പിന്നില് 52,626. പിന്നെ BJP 33,609, NDA 33,609. നല്ലൊരു ഭയങ്കര ഗംഭീര രാഷ്ട്രീയ പോരാട്ടം. അതുകൊണ്ട് രമ്യ ഹരിദാസ് പറഞ്ഞു, നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിച്ചതിൽ അവർക്ക് സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം വോട്ടുകൾ അവർ പിടിച്ചു. അതൊരു 50,000 വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. അപ്പൊ അതെന്തായാലും തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം LDF സ്ഥാനാർത്ഥി തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം തന്നെ ലീഡ് ചെയ്ത് ജയിക്കുന്നത്. കാരണം ഒരു തവണ പോലും 2 സ്ഥാനാർത്ഥികളെ മുമ്പിൽ ലീഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സമ്മതിച്ചില്ല എന്ന് പറയാം എല്ലായിടത്തും. അതങ്ങനെ ഒരു 96 മുതല് ചേലക്കര ഒരു LDF മണ്ഡലം തന്നെയാണ്. 96-ല് ആദ്യം ഈ രാധാകൃഷ്ണൻ ജയിക്കണത്. പിന്നെ 2001-ല് അങ്ങനെ മൊത്തത്തില് മൂപ്പര് തന്നെയായിരുന്നു. അപ്പം മുതല് പ്രദീപ് കൂടെയുണ്ട്. സ്വാഭാവികമായിട്ടും LDF-ന് ഒരു ഭൂരിപക്ഷം അവിടുന്ന് കിട്ടും. പിന്നെ രമ്യ ഹരിദാസ് ചേലക്കരയിൽ ജയിക്കാൻ സാധ്യത കുറവായിരുന്നു എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. സർവേകളിലാണെങ്കിലും ഒക്കെ രമ്യ ഹരിദാസ് ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതിന്. കാരണം അവിടുത്തെ മുസ്ലിം വോട്ടുകൾ കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഇവർക്കെതിരെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മുസ്ലിം വോട്ടുകൾ കിട്ടാനായിട്ടുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു. കാരണം അൻവർ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയായിരുന്നു, പുള്ളിക്കാരനെ ഇറങ്ങി കളിക്കായിരുന്നു. അവിടെ അൻവർ MLA ഒരു സ്ഥാനാർത്ഥി നിർത്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഷാജൻസ്കറിയ, മറുനാടനിലെ ഷാജൻസ്കറിയായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ സൗഹൃദവും അതിന്റെ ചിത്രങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അതും ഇവർക്കൊരു നെഗറ്റീവായി. അപ്പൊ അവർ കറക്റ്റായിട്ട് ഓക്കെ ഇവർക്ക് എന്തായാലും വോട്ട് ചെയ്യണ്ട, അടുത്ത ആളോട് പോകാന്നുള്ള കറക്റ്റ് പിക്ചർ അവർക്ക് കൊടുത്തു എന്നുള്ളൊരു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് രമ്യ ഹരിദാസ് ജയിക്കില്ലായിരുന്നു, എന്നാലും നല്ലൊരു പോരാട്ടം അവര് നടത്തി എന്നുള്ളതാണ്.
കാരണം 50,000 മേളിൽ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞത്ര ഇത്രയൊക്കെ അവര് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും അത്രത്തോളം വോട്ടുകൾ കിട്ടി എന്നതാണ്. കാരണം ശരിക്കും അദ്ദേഹത്തിന്റെ LDF സ്ഥാനത്തെ വിജയം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നല്ലൊരു ഭൂരിപക്ഷത്തോട്ട് പോയിട്ട് പിന്നെ അതൊക്കെ കുറഞ്ഞു വന്നാണ് ഈ 12,000. പിന്നെ വേറെ ചേലക്കരയില് BJP 3ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും 33,000-ൽ പരം വോട്ടുകൾ കിട്ടി. അവർക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അത് കോൺഗ്രസിന്റെ വോട്ടുകളാണെന്നുള്ളൊരു നൈസായിട്ടുള്ളൊരു ഇതുണ്ട്. കോൺഗ്രസിന്റെ വോട്ടുകളാണ് ഈ മറിഞ്ഞേക്കണെന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം പാർട്ടിയുടെ വോട്ടുകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് LDF-ന് അങ്ങനെ വന്നില്ലായിരുന്നു LDF തോറ്റാണ് ഇല്ലേ. പാർട്ടി വോട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ വന്നിട്ടുണ്ട്. അതൊരു മാറാത്തൊരു ഫിനോമിനാണത്. പക്ഷെ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. അതെന്തായാലും ഒരു ചർച്ചയാവും. രമ്യ ഹരിദാസിന്റെ തോൽവി. അപ്പോ രമ്യ ഹരിദാസിനെ CPM പ്രവർത്തകർ കളിയാക്കി പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടെന്നൊക്കെയുള്ള രീതിയിൽ കളിയാക്കിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. മറുനാടിന്റെ ഒക്കെ പേരും പറഞ്ഞ് ഫുള്ള് ട്രോളായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് മറ്റേ റിസൾട്ട് വന്നപ്പം തൊട്ട് രമ്യ ഫുൾ ട്രോൾ. ഇവരുടെ സൗഹൃദ ഒരു പ്രശ്നമാണ്. ഞാൻ അവിടുന്ന് നാട്ടിലിങ്ങനെ ഇരിക്കുമ്പോ തൃശ്ശൂര് ഈ ചേലക്കരയിൽ കൂടെ പോവാ. അപ്പോ ഈ രമ്യദാസ് ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. 1600 കോടി രൂപയുടെ വികസനം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ 1600 കോടിയുടെ വികസനം, 1600 കോടിക്ക് എന്തൊക്കെ ചെയ്യാം നമുക്ക്. പാലക്കാട് ഞാൻ എയർപോർട്ട് കൊണ്ടുവരും, ബീച്ചില് സിലിക്കന്മാര് സെറ്റപ്പ് ആക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവര്. അപ്പൊ എനിക്ക് എപ്പോഴും ഇവരെ കാണുമ്പോ ഇതാണ് ഓർമ്മ വരിക. അപ്പൊ ഈ പിക്ചർ അവിടെ മിക്കവരുടെ മനസ്സിലുണ്ട്. അതിപ്പോ നമുക്ക് അവരെ മാത്രം കുറ്റം പറഞ്ഞില്ല. കാരണം എല്ലാ MLA-മാര് MP-മാര് ഇതൊക്കെ തന്നെയായിരുന്നു. ഇത്ര കോടി മുടക്കി ബസ് സ്റ്റോപ്പ് പണിതു അങ്ങനെയൊക്കെ. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നു ഇത്രയും തുകയും കൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് പണിത നാട്ടുകാരെ കണ്ടുപിടിക്കണം, രാഷ്ട്രീയക്കാര് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ പാലക്കാട്ടേക്ക് തിരിച്ചു വന്നാലേ സരിന്റെ കൂറുമാറ്റം പിന്നെ അത് ശരിക്കും ഗുണം ചെയ്തത് കോൺഗ്രസിന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരാളുടെ കൂറുമാറ്റം ഉണ്ടായിരുന്നു. അത് പക്ഷെ ഒരു തരത്തിലൊരു നിലപാട് മാറ്റമായിരുന്നു സന്ദീപ് വാര്യർ. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് സന്ദീപ് വാര്യർ ഒരു പൊസിഷൻ കണ്ടിട്ട് മാറിയതല്ല. കാരണം അദ്ദേഹത്തിന് BJP കിടന്ന് അദ്ദേഹം അനുഭവിക്കുന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം ചിലപ്പം നല്ലൊരു പ്രവർത്തകനായിരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നവർക്കും ബാക്കിയുള്ളവർ സമ്മതിക്കുന്നില്ലായിരിക്കും. സുരേന്ദ്രനെ പോലുള്ള സത്യം പറഞ്ഞാൽ ഇന്നൊരാള് മീഡിയ വാർത്ത പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എന്റെയും ഒരു അഭിപ്രായമായിരുന്നു അത്. ഈ സുരേന്ദ്രനെ പോലുള്ളവരേക്ക് BJP-ന്ന് പുറത്താക്കിയെങ്കിൽ മാത്രമേ BJP രക്ഷപ്പെടുത്തുള്ളൂ. അത് ഉള്ള കാര്യം എനിക്ക് പലപ്പോഴായിട്ട് തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ആരാണ്ടർ പറഞ്ഞു ഈ സംഭവം. അദ്ദേഹത്തെയൊക്കെ ഈ BJP-യുടെ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ. കാരണം ഇത്ര വർഷമായിട്ട് ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത ആളെയൊക്കെ അധ്യക്ഷ പ്രസിഡന്റ് ആയെന്ന് പറഞ്ഞു BJP. എന്ത് ഗുണമുള്ള ജയിച്ചിട്ടില്ല. അതാ പറഞ്ഞേ. അദ്ദേഹത്തിന്റെ ഭാര്യ ശോഭ സുരേന്ദ്രൻ. അദ്ദേഹം പിന്നെ എങ്കിൽ പോലും ശോഭ പുള്ളിക്കാരി അത്യാവശ്യം നല്ല എന്താ പറയുക ജയിച്ചില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ ഇലക്ഷനൊക്കെ നല്ലൊരു ലീഡ് എന്റെ അഭിപ്രായത്തിൽ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലോട്ട് കൊണ്ടുവരണം എന്നാണ് എന്റെ ഈ പറഞ്ഞ സുരേന്ദ്രനെ എടുത്ത് മാറ്റണം. അതല്ലെങ്കിൽ ഈ BJP-ക്കാർ കൂടുതൽ പേരും ഇനി വോട്ട് മാറ്റി കുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ മടുക്കും അവർക്ക്. ഇപ്പൊ സന്ദീപ് വാര്യർ ഒരു തുടർച്ച മാത്രമാണ്. ഒരു ബന്ധമില്ലാത്തൊക്കെയാണ് ഇദ്ദേഹം കിടന്ന് പറയുന്നതും കാണിക്കുന്നതൊക്കെ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാരണം അദ്ദേഹം ഒരു പൊസിഷൻ, അതായത് ഇപ്പൊ ഒരു സീറ്റ് കിട്ടുമെന്ന് ഓർത്തല്ല അദ്ദേഹം കോൺഗ്രസിലോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ പക്ഷെ സരിൻ എന്ന് പറയുമ്പോൾ ഒരു സീറ്റ് നോക്കിപ്പോതാണ്. കാരണം അതായത് ഈ കഴിഞ്ഞ ദിവസം വരെ അത് മീഡിയയിലൊക്കെ പറയുന്നുണ്ട്, വാർത്താ ചർച്ചയിലൊക്കെ കയറിയിട്ട് പിണറായി വിജയന്റെ അപ്പനെ വിളിച്ച് അടുത്ത ദിവസം സീറ്റ് മാറിക്കഴിഞ്ഞപ്പം ഏറ്റവും നല്ല കേരളത്തിൽ കണ്ട ഏറ്റവും നല്ല വ്യക്തി എന്ന് വെച്ചാൽ പിണറായി വിജയനാന്ന് പറഞ്ഞ ഈ സാരി മനസ്സിലായോ. അങ്ങനത്തെ ആളൊക്കെയാണ്. അപ്പൊ ഈ ഒരു സീറ്റ് നോക്കി നമ്മള് പാർട്ടിയിലോട്ട് മാറുന്നതും അല്ലാതെ നമ്മളൊരു പാർട്ടിയിലോട്ട് മാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അതാണ് സരിന് പറ്റിയ ഏറ്റവും വലിയ. കൃഷ്ണകുമാർ പറയുന്നത് അവിടുത്തെ BJP സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തെത്തി. സരിൻ 3ാം സ്ഥാനത്തേക്ക് പോയിട്ടോ. സരിൻ 3ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ BJP 2ാം സ്ഥാനത്തെത്തി. അപ്പൊ കൃഷ്ണകുമാർ പറയുന്നത് ഒരു സന്ദീപ് വാര്യരും ഒരു നായരും ഒന്നും ഇതില് സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ പറയുന്നത് സന്ദീപ് വാര്യരുടെ മാറ്റോ ഒരു നായരുടെ മാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും ജാതി ചൂണ്ടി സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടൊന്നും അല്ല തോറ്റത്, അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ സന്ദീപ് വാര്യർ പറയുന്നത്
സന്ദീപ് വാര്യരുടെ ആ മാറ്റം, ഹിന്ദുക്കളുടെ വോട്ട് പോലും മറിഞ്ഞു, ഇവരുടെയൊക്കെ ഈ നേതൃനിരയുടെ ഒരു വൃത്തികേടുകളും ഉണ്ട്, മടുത്തിട്ട് അവര് കൂറുമാറി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതായത് നിങ്ങള് തന്നെ ഒരു 200 വോട്ട് മറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കാരണം അത് പറയാൻ പറ്റില്ല. കാരണം സന്ദീപ് വാര്യരുടെ കൂട്ടത്തിലുള്ളവർ എന്തെങ്കിലും അത്യാവശ്യം മറിഞ്ഞു കാണും. കാരണം അവരൊരു കൂട്ടം ഉണ്ടല്ലോ, എന്തായാലും അത് മറിഞ്ഞു കാണും. മറിഞ്ഞില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധിക്കുള്ളൊന്നും മറിഞ്ഞു കാണാനും ചാൻസ് ഇല്ല. അത് ഈ അവസാന നിമിഷത്തെ മറിഞ്ഞ സാധ്യത ചിലർക്ക് ഒരു രോഷമുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യരോട് രോഷമുള്ള BJP-ക്കാരാണ് കൂടുതൽ പേര്. പക്ഷെ നിങ്ങൾ ഈ കെ സുരേന്ദ്രന്റെ വാക്ക് വിശ്വസിക്കരുത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അയാള് പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും സത്യമായിട്ടുണ്ടോ? എവിടെയെങ്കിലും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ജയിക്കുന്നതിന്, അതായത് തോൽക്കുന്നതിന് 8 നില പൊട്ടുന്നതിന് മുമ്പ് വരെയുള്ള സുരേന്ദ്രന്റെ കോൺഫിഡൻസ് അതെപ്പോഴും നമ്മൾ കാണുന്നതാണ്. 2ാം സ്ഥാനത്ത് പോലും ഇത് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക്. അപ്പോ തോൽക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കര കോൺഫിഡൻസ് കാണിക്കുന്ന ആളാണ് സുരേന്ദ്രൻ. അയാൾ ആരെങ്കിലും വിശ്വസിക്കും എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. അതുകൊണ്ട് കെ സുരേന്ദ്രൻ നമ്പിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ബാക്കി ഞാൻ പറയുന്നില്ല. അല്ല, കാരണം ഈ മറ്റേ സന്ദീപ് വാര്യനെ പറ്റിയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ മാങ്കൂട്ടത്തിൽ മറ്റേ ഭാഗ്യ വിവാദമൊക്കെ ഇലക്ഷന് മുമ്പേ തല്ലി കമ്മ്യൂണിസ്റ്റുകാരൻ BJP-ക്കാർ ഇറക്കിയതാ. കാരണം മറ്റേ രാഘവമണ്ഡലത്തിൽ മറ്റേ RSS-ന് മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട്, മറ്റേ സന്ദീപ് വാര്യർ RSS ഡ്രസ്സൊക്കെ ഇട്ട് മറ്റേ എന്തൊക്കെ പറഞ്ഞ വിവാദം 2 പത്രത്തിലൊക്കെ ന്യൂസ് കൊടുത്ത് അതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസമൊക്കെ. എന്നിട്ട് പോലും അവർക്കെല്ലാം കൊടുത്ത ഒരു മറുപടിയാണ് സത്യം പറഞ്ഞ രാഘവമണ്ഡലത്തിന്റെ വിജയം എന്ന് നമുക്ക് പറയാം. കാരണം അതുപോലെ സപ്പോർട്ട് ചെയ്തും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇവർ ഓരോന്ന്. കാരണം സരിൻ എന്ന് പറഞ്ഞ ഇവരെ വെച്ച് ഇവരുടെ സ്വഭാവം മനസ്സിലാക്കുക. അത് ചുമ്മാ പോകുന്ന ആളെ വിളിച്ചിട്ട് ഇവര് തിരിഞ്ഞു നോക്കിയില്ല, അവർക്ക് പിണക്കവാ, ഞാൻ കൂറുമാറുണ്ട് പിണക്കവാ, ഇങ്ങനെയൊക്കെയാണ് വോട്ട് ചോദിക്കുന്നത് ആൾക്കാരോട്. ഓരോ കാര്യമില്ലാതൊക്കെയാണ് രാഹുൽ മങ്കടത്തിൽ സത്യം പറഞ്ഞാൽ പ്രതികരിച്ചില്ല. ഞങ്ങളുടെ കൂടെ നിന്നിട്ട് വേറെ പാർട്ടിയിലോട്ട് മാറേണ്ട പിണക്കമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അവരത്രയും പറഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന് ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ. ശോഭാ സുരേന്ദ്രനോ V മുരളീധരനോ K സുരേന്ദ്രനോ മത്സരിക്കണമായിരുന്നു. ആദ്യത്തെ 2 പേര് ഞാൻ സമ്മതിക്കും, ശോഭാ സുരേന്ദ്രനോ അല്ലെ, പക്ഷെ 3ാമത്തെ പേര് K സുരേന്ദ്രൻ അല്ലേ ഇട്ടല്ലേ പെട്ടത്. അതുകൊണ്ട് 3ാമത് പറഞ്ഞത്. അതെ, K സുരേന്ദ്രൻ പറഞ്ഞെങ്കിൽ ഇത്രയും പോലും വോട്ട് കിട്ടത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിനെ കാണുന്നത് BJP പൊട്ടിത്തെറി. അതെ, BJPക്ക് ഉള്ളവർക്ക് പോലും ഇദ്ദേഹത്തെ കാണാൻ പാടില്ല, K സുരേന്ദ്രനൊക്കെ. അത് അവർക്ക് പക്ഷേ ഈ പാർട്ടികളുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഈ BJP എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം ഈ സുരേന്ദ്രനെ മാറ്റേണ്ടത് അവരുടെ തന്നെ ആവശ്യമാണ് BJP-ക്കാരുടെ. കാരണം ഒരു ഇതില്ല. കാരണം സുരേഷ് ഗോപിയുടെ മറ്റേ വിഷയം ഉണ്ടായില്ല, നമ്മുടെ ഈ സിനിമാക്കാർ മറ്റേ ഹേമ കമ്മിറ്റിയുടെ. അതില് അദ്ദേഹം സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളതാണ് ഇല്ലാതെന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിക്കാണ് അത് വെച്ച് മന്ത്രി എന്ന് വെച്ച് കൂടെയുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അതിന് സുരേന്ദ്രൻ പറഞ്ഞ സുരേഷ് ഗോപിയുടെ തീരുമാനമല്ല ഇവിടെ BJP-ക്കാർ. കാരണം അദ്ദേഹം പറയുന്നതാണ് BJP-യുടെ തീരുമാനം എന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു നിലപാട്. അതാണ് ഈ ഒരു പാർട്ടിക്ക് ഏറ്റവും വലിയ അബദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അത് ജനങ്ങൾ എനിക്കർപ്പിച്ച സ്നേഹത്തിലും വിശ്വാസത്തിലും നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോ പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വന്നിട്ടുണ്ട്. വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി എന്ന് റോബർട്ട് വാദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും പറഞ്ഞിട്ടുണ്ട്. അതായത് ലോക്സഭയിൽ വയനാടിന്റെ ശബ്ദമായി മാറും എന്നാ പറയുന്നത് പ്രിയങ്ക ഗാന്ധി. തീർച്ചയായും എന്റെ ഒരു അഭിപ്രായത്തില് ഈ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇനി കൂടുതൽ പ്രതിപക്ഷ നേതാവ്, അതായത് ഇപ്പം ഭരണം നമ്മുടെ കോൺഗ്രസിന് ഇല്ലാത്തപ്പം ഈ VD സതീഷിനെയൊക്കെ മാറ്റി എന്റെ അഭിപ്രായത്തിൽ പ്രിയങ്ക ഗാന്ധിനെയൊക്കെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്തണമെന്നാണ്. കാരണം അവരുടെ കഴിവും എല്ലാം കൊണ്ടും ചിലപ്പോൾ അത് അടുത്ത തവണ ഭരണം വരെ ചിലപ്പം കോൺഗ്രസിന് കിട്ടാം, അടുത്ത തവണ മുഖ്യമന്ത്രിയായിട്ട് ഇവരിരുത്താം. കാരണം അതിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ ഫുള്ള് പ്രായമായവരെ പറ്റിയുള്ളൊരു ഇതാണ്. അത് ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും നല്ല ചിന്തയുണ്ടോ പറഞ്ഞത്. അതായത് പ്രിയങ്ക ഗാന്ധിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ അതൊരു നല്ല ചിന്ത അല്ലേ, നല്ലൊരു കോൺഗ്രസ്. കാരണം എന്റെ ആദ്യത്തെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിനെ പോലെ നല്ല വിദ്യാഭ്യാസം നല്ല യങ്ങായിട്ടുള്ളവരെയൊക്കെ ഒരു പ്രതിപക്ഷ നേതാവാക്കി നല്ല ഫൈറ്റ് ചെയ്യാനുള്ള ഇത് വേണം. കാരണം ഇപ്പൊ ഷാഫി പറമ്പിൽ ഇപ്പൊ MP ആയിട്ട് പോയ രീതിക്ക് ഇപ്പം അദ്ദേഹത്തിന് എന്തായാലും മുഖ്യമന്ത്രി ആസ്ഥാനത്തോട്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. കാരണം
അതുകൊണ്ട് അടുത്തായിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനുള്ള പ്രിയങ്ക ഗാന്ധിയാണ്. കാരണം അവർക്ക് ഇതാണ് സുഖമായിട്ടാകും. കാരണം കോൺഗ്രസ് ഇതുപോലെ കേൾക്കുമെന്നുള്ളതാണ് സംശയം. എനിക്ക് തോന്നുന്നു ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ ഇപ്പൊ മുമ്പോട്ട് കൊണ്ടുവന്ന് അവരുടെ രീതിയിൽ ഇരുത്തണം. കാരണം ഇപ്പം അടുത്ത ഈ ED സതീഷിനെയൊക്കെ മാറ്റി പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ ഇരുത്തുവാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് പ്രിയങ്ക ഗാന്ധിനെ വെച്ച് സിമ്പിൾ ആയിട്ട് അടിച്ചെടുക്കാം അല്ലേ? കേരളം സിമ്പിൾ ആയിട്ട് കിട്ടും, സിമ്പിൾ ആയിട്ട് ജയിക്കും. അത് പ്രിയങ്ക ഗാന്ധിനെ ഒരു ഫിഗർ ആക്കി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് കോൺഗ്രസ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സുഖമായിട്ട് കോൺഗ്രസ് ഭരണം ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ളത്. കാരണം നമുക്ക് അറിയാം നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു, അത് ജയിക്കുക. അപ്പൊ എന്നാലും അവർ ആ കുടുംബ മഹിമ എന്തായാലെങ്കിലും പ്രിയങ്ക ഗാന്ധിക്കൊക്കെ കിട്ടാതിരിക്കത്തില്ല. കുടുംബ മഹിമ കിട്ടിയില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഒരു സ്ഥാനം കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് കേരളത്തിൽ കോൺഗ്രസ് തൂത്തുവാരി ജയിക്കും, അതിലൊരു സംശയവും വേണ്ട. പക്ഷെ കോൺഗ്രസിലെ കസേരകളി രാഷ്ട്രീയം നിർത്തും. അതാണ് ഈ VD സതീശൻ, കെ സുധാകരൻ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ ഒന്ന് നൈസായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി, പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി ആവട്ടെ, അതൊരു ഭയങ്കര സംഭവം ഉണ്ട് അല്ലേ? നല്ലൊരു സംഭവം, നല്ലൊരു സന്ദേശമാണ്. കാരണം അവര് കൂടുതലായിട്ട് സുഖമായിട്ട് കോൺഗ്രസിന് ഭരണത്തിൽ കൊണ്ടുവരാം. കാരണം ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ വയനാടിന്റെ ഏറ്റവും വലിയ സുഖമാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്കൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് മത്സരിച്ച് ജയിക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രി ആയിട്ട് മത്സരിച്ച് ജയിക്കുന്നുള്ളത് കേരളത്തിന് മൊത്തത്തിലുള്ള ഒരു അതെ. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ അതൊന്ന് നോക്കണം. കാരണം കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ വരാനായിട്ട് ഇതിലും വലിയൊരു ഓപ്ഷൻ അടുത്ത തവണ എന്തായാലും വരെയായിരിക്കും. അതിന്റെ കാരണം വേറൊന്നുമല്ല, 2 തവണ ഭരിച്ച് അമ്മാതിരിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതല്ലാതെ ഭയങ്കരമായി കോൺഗ്രസ് എന്തോ വേറെ ലെവലായതുകൊണ്ടോ അങ്ങനൊന്നും അല്ല. 2 തവണ ഭരിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാർട്ടി 2 തവണ ഭരിക്കും. 2 തവണ ഭരിക്കുന്ന കാരണം സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ പിടിപ്പേടാ. അതിന് പറയാം, ഇപ്പൊ ഉള്ളവർക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാല് ഇവര് എന്തൊക്കെ തരം കാണിച്ചാലും അവസാനം വരുമ്പോ ഈ സീറ്റിന് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങൾ കാരണം അതേ പിടിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ വിഷയത്തെ പിടിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വോട്ട് പിടിക്കും. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാര് കസേരകൾ നിർത്തണം. ഫസ്റ്റ് കസേരകൾ നിർത്തിയിട്ട് നിങ്ങള് കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് കളിച്ചാൽ അടുത്ത ഭരണം എന്ന് പറഞ്ഞാൽ നല്ല മാർജിനിൽ നിങ്ങൾക്ക് ജയിച്ച് കയറാം. അല്ലെങ്കിൽ ജയിക്കും, ഏകദേശം ഒരു മാർജിനിലൊക്കെ ജയിക്കും. ആലോചിക്കണം, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അല്ലല്ല നീ ഒന്ന് ആലോചിക്കും, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരിച്ച ഒരു ഗവൺമെന്റിന് വീണ്ടും ഒരു ഭരണം കൊടുക്കുന്നത്. അത് ഈ പിണറായി സർക്കാരിനാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത്. അത് ശരിക്കും കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇനി 3ാം തവണയും ഇങ്ങനെ ഒരു മത്സരം വരുമ്പോ 3ാം തവണ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ അത് ശരിക്കും കോൺഗ്രസിന്റെ പരാജയമാണ്. കാരണം ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരാനേ പാടില്ല, ഏകപക്ഷീയമായി വിജയിക്കണം കോൺഗ്രസിന് കിട്ടേണ്ടത്. അതുകൊണ്ട് ഈ പറഞ്ഞ കസേരകളേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് പ്രിയങ്ക ഗാന്ധിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ? പ്രിയങ്ക ഗാന്ധിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയാൽ ഏകപക്ഷീയമായിട്ട് കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ, ചരിത്ര ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേറാം. നാഷണൽ സെൻസേഷൻ ആയിരിക്കും, ഇന്ത്യ മൊത്തം അതൊരു തരംഗ വാർത്തയായിരിക്കും. ഒരു പ്രധാനമന്ത്രി കുടുംബം നമ്മുടെ കേരളത്തിൽ ഒന്ന് മുഖ്യമന്ത്രി ആവാന്ന് പറയുന്നത് ഏറ്റവും വലിയ, കേരളത്തിന് അത്രയും വലിയ അസറ്റ് വേറെ ഇല്ല. അല്ല, കോൺഗ്രസ് ഇരിക്കും ഏറ്റവും കൂടെ ആധിപത്യമുള്ളത് കേരളത്തിൽ. കാരണം നോർത്ത് ഇന്ത്യ പതിയെ പോയിട്ട് ഇപ്പൊ ഇന്ത്യ മുന്നണി മത്സരിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഇപ്പൊ ഇന്ത്യ മുന്നണിയാണെന്നുള്ള ഇത് വരുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ BJP മുൻതൂക്കം എന്നുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയങ്ക ഗാന്ധിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ, നിങ്ങളുടെ ആ മനസ്സിലുള്ള കൊതി, കസേരക്കൊതി ഒന്ന് മാറ്റിവെച്ചാൽ, ചിലര് മാറ്റിവെച്ചാൽ ഒരു ചരിത്രം സംഭവിക്കും. പ്രിയങ്ക ഗാന്ധി ഒക്കെ സമ്മതിക്കും തന്നെ തോന്നുന്നു. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പൊസിഷൻ മാറ്റി വെച്ചിട്ട് ആലോചന ഇന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്വന്തം പാർട്ടി, അതായത് സ്വന്തം പൊസിഷൻ നോക്കാതെ പാർട്ടി മുമ്പ് വിജയിക്കുക ഭരണം കിട്ടുക വെച്ച് നോക്കിയാൽ, പാർട്ടിക്കാർ നോക്കിയാൽ അവർക്ക് സുഖമായിട്ട് ഭരണം അടിച്ചെടുക്കാനുള്ള അത്രയ്ക്ക് അഴിമതിയും വിവാദങ്ങളൊക്കെ എതിർ പാർട്ടിക്കാർ ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കാർ ചെയ്തും വെച്ചുകൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ അവസാന നിമിഷം
ഇവരുടെ കഴിവ് കൊണ്ട് മറ്റവർ അത് വോട്ടെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും ഈ കമ്മ്യൂണിസ്റ്റിൽ. അങ്ങനെയാണ് കഴിഞ്ഞ 2 തവണ ജയിച്ചത് നമുക്ക് പറയാം. ഈ വി ഡി സതീശനൊക്കെ ഇതുവരെ ഒരു മന്ത്രി പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഉടനെ ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് പോകാതെ ഒരു ആഭ്യന്തരമന്ത്രിയോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു റവന്യൂ മന്ത്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ആഗ്രഹിക്കാം. ഇപ്രാവശ്യം പ്രിയങ്ക ഗാന്ധിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കണം വീണ്ടും, അല്ലെ? ഒരു മത്സരത്തിൽ നമ്മൾ നേരിടാൻ പോകുമ്പോ ആ രീതി കൊണ്ടുപോകണം ഒരു സ്വപ്നം ഉണ്ട്, അല്ലെ? അതെ, പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം, നല്ല എങ്ങോട്ടൊക്കെ നല്ല ഫൈറ്ററാണ് അദ്ദേഹം. ഷാഫി പറമ്പില് അതൊക്കെ നല്ല പൊസിഷൻ കൊടുത്ത് അദ്ദേഹത്തേക്ക് ഇരുത്തുവാണെങ്കിൽ ഉണ്ടല്ലോ കോൺഗ്രസ് ഒക്കെ പണ്ടേ രക്ഷപ്പെടും. കാരണം ഇപ്പോൾ ഒരു ഈ മുതിർന്ന ആൾക്കാര്, പ്രായവര്, അവർക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഇന്നത് പറഞ്ഞ് ചുമ്മാ പറയതല്ലാതെ ഒരു എന്താ പറയേണ്ടതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അതാണ് അവരുടെ മെയിൻ വിഷയം. അതിന്റെ ഇടയ്ക്ക് തന്നെ അവര് പാർട്ടിക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങള്, ഇതൊക്കെ ഒരു മെയിൻ വിഷയമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ. അപ്പോ അത്തരത്തില് 3 മുന്നണികളുടെ ഒരു പോരാട്ടം നമ്മൾ 3 മണ്ഡലങ്ങളിൽ കണ്ടു. വയനാട് പ്രിയങ്ക ഗാന്ധി ജയിച്ചു, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. 2 വിജയങ്ങൾ കോൺഗ്രസിന് കിട്ടിയപ്പോ മൂന്നാമത് ചേലക്കര മൂന്നാമതെന്നല്ല, ചേലക്കര നമ്മൾ മൂന്നാമതെന്ന് പറയേണ്ടത് അവർ ഓർഡറിൽ പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയത്. ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മിന്നും ജയിച്ചു. അപ്പൊ അങ്ങനെ 3 പിക്ചേഴ്സാണ്. അതായത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തില്, ചേലക്കര UR പ്രദീപ്, വയനാട് പിന്നെ പറയേണ്ട ആവശ്യമില്ല പ്രിയങ്ക ഗാന്ധി, വൺ ആൻഡ് ഓൺലി പ്രിയങ്ക ഗാന്ധി അവിടെ തൂക്കിയടിച്ചു. അതിൽ സംശയമുണ്ട്, രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് വരെ വെട്ടിച്ചു അവര്. അതുകൊണ്ട് ഇതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിലെ ഒരു ചിത്രം. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വളരെ ആഘോഷപരമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലുള്ള നല്ല നല്ല വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പോയിട്ട് പറഞ്ഞ കട്ടി അവിടെ ഇറങ്ങിയ